മോൻ ഇപ്പൊ തന്നെ അഖിലമോളെ ഒന്ന് വിളിക്കണം. അവളുടെ കണ്ണീര് കണ്ടിട്ടാ അമ്മയും അമൃതയും കൂടി ഈ രാത്രി തന്നെ വന്നത്. ആകാശിന്റെ കാര്യത്തില് അമൃതയുടെ ആത്മാർത്ഥത ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും. പക്ഷേ നിങ്ങളിപ്പോ ആത്ത് കളിച്ച നാടകം അസലായി. ആദ്യം പരാതി കൊടുത്ത് ഇവനെ പട്ടിയെ പോലെ തല്ലി ചാച്ചിട്ട് ഇപ്പൊ രക്ഷകയായി വന്ന് പരാതി പിൻവലിക്കുക. അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്തു. പഞ്ചരത്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ആളാവുകയും ചെയ്തു. ഡബിൾ പ്ലേ കൊള്ളാം. ആകാശിന്റെ കാര്യത്തില് കലയമ്മ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണോ? അമൃത ചേച്ചി ഒന്നും പറയണ്ട. ഈ കള്ളനാടകം ഞങ്ങൾ വിശ്വസിക്കണമെന്ന് വെറുതെ വാശി പിടിക്കരുത്. ഞങ്ങളും അരിയാഹാരം കഴിക്കുന്നവർ തന്നെ. അമൃതമോളും ആകാശ് മോനും മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന്റെ പേരില് ഞാൻ നിങ്ങളുടെ വലയിൽ കുരുങ്ങിയെന്ന് കരുതണ്ട. എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊണ്ടപ്പോ നിങ്ങളുടെ അനിയൻ മഹേന്ദ്രൻ തത്ത പറയും പോലെ എല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞതാ. എന്റെ അമ്മ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം ദിവ്യപ്രഭയുടെ വീട്ടുകാർക്ക് വിറ്റതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളാ. ഞങ്ങളെ സ്നേഹിക്കുന്ന പഞ്ചരത്നങ്ങളെ എല്ലാ രീതിയിലും തകർക്കാനാണ് നിങ്ങളുടെ ശ്രമം. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല, നടത്താൻ സമ്മതിക്കില്ല. മഹേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞ? ഇവനിടിച്ച് കൊല്ലാറാക്കിയപ്പോ മഹേന്ദ്രൻ രക്ഷപ്പെടാനായിട്ട് വല്ലതും പറഞ്ഞു കാണും. പക്ഷേ അവന് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനല്ലാതെ ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല. നിന്നെ തന്നെ അവൻ 2 പ്രാവശ്യം രക്ഷിച്ചതല്ലേ മോളെ? പഴയ കാര്യങ്ങൾ സംസാരിച്ച് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. എനിക്ക് നിങ്ങൾ എല്ലാവരെയും വേണം. നേരെ ഒരുപാടായി. എന്നാ പിന്നെ നമുക്ക് പോവാം. അമൃതമോളെ ഞാൻ പഞ്ചരത്നത്തിൽ വിടാം. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി കലയമ്മ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ അഭിമന്യുവിന്റെ കൂടെ പൊക്കോളാം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. വിവേക, ആകാശിനെ വീട്ടിൽ കൊണ്ട് വിട്ടേക്ക്. നടന്നൊന്നും വീട്ടിൽ ചെന്ന് പറയാൻ നിൽക്കണ്ട. സഹദേവ് മാമന് അത് വലിയ സങ്കടാവും. പോ. ആകാശേട്ടൻ വിളിക്കുന്നു. ഹലോ ആകാശേട്ടാ. അഖില, കുറച്ചു നേരമായിട്ട് ഞാൻ തിന്ന തീക്ക് കൈയും കണക്കുമില്ല ആകാശേട്ടാ. എല്ലാ പ്രശ്നവും പരിഹരിച്ചു. മഹേന്ദ്രന്റെ പരാതി പിൻവലിച്ചു. അതോടെ കേസും തീർന്നു. അറിയാം, കലയമ്മ ഇവിടെ വന്നിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ടാ അമൃതേച്ചിയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. ആകാശേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ നാളെ പഞ്ചരത്നത്തിൽ വരുന്നുണ്ട് നിന്നെ കാണാൻ. ശരി. കലയമ്മ ഒരാള് കാരണോ ആകാശേട്ടന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത്? അതിനങ്ങനെ വലിയ മഹാസംഭവമാക്കി പറയൊന്നും വേണ്ട. ആകാശേട്ടനെതിരെ പരാതി കൊടുത്തത് മഹേന്ദ്രനായതുകൊണ്ട് അത് പിൻവലിക്കാനുള്ള ഉത്തരവാദിത്വം കലയമ്മയ്ക്കുണ്ട്. അത് മാത്രമേ കലയമ്മ ചെയ്തിട്ടുള്ളൂ. മഹേന്ദ്രനല്ല ആശുപത്രിക്കാരാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞതിലും എനിക്ക് നല്ല സംശയമുണ്ട്. അതെനിക്കുണ്ട്. എന്റെ ഒരു അറിവ് വെച്ച് പരാതിക്കാരനോട് നേരിട്ട് അന്വേഷിച്ചിട്ടേ പോലീസ് കേസെടുക്കാറുള്ളൂ. അപ്പൊ പിന്നെ എന്തായാലും മഹേന്ദ്രനോട് ചോദിച്ചിട്ടായിരിക്കില്ലേ പോലീസ് കേസെടുത്തത്. അങ്ങനെ പോലീസ് മഹേന്ദ്രനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കലയമ്മ അത് അറിയാതിരിക്കില്ല. മതി, വെറുതെ കലയമ്മയെ സംശയിക്കണ്ട. പാതിരാത്രി ഉറക്കം പോലും കളഞ്ഞ കലയമ്മ ആകാശേട്ടനെ രക്ഷിച്ചത്. അതുകൊണ്ട് കലയമ്മ ആരും കുറ്റം പറയണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.